എന്തിനാണ് തിരക്കിട്ട് യുഎസും ഇസ്രയേലും സംയുക്തമായി ഇറാനെ ആക്രമിച്ചത്? ചർച്ചകൾ തുടരുന്നതിനിടെയാണ് കാര്യമായ പ്രകോപനമില്ലാതെ ഇറാനെ യുഎസ് ആക്രമിച്ചത്. ഇറാൻ യുദ്ധത്തിന് താൽക്കാലിക വിരാമം യുഎസ് പ്രഖ്യാപിച്ചിട്ടും ആക്രമണവുമായി ഇസ്രയേൽ മുന്നോട്ടു പോയി. ഇറാൻ യുദ്ധം യുഎസിന് കൈവിട്ട കളിയായി മാറിയോ? ഇറാന്റെ ആണവ പരീക്ഷണം, മിസൈൽ ശേഖരങ്ങളൊക്കെയാണ് ആ രാജ്യത്തോടുള്ള എതിർപ്പിന് കാരണമായി ട്രംപും നെതന്യാഹുവും ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ എന്തായിരുന്നു ട്രംപിന്റെ യഥാർത്ഥ ഉദ്ദേശം? അത് ട്രംപിന്റെ വായിൽ നിന്ന് തന്നെ പുറത്തു വന്നിരിക്കുന്നു. എണ്ണയിലാണ് ട്രംപിന്റെ കണ്ണ്. വെനസ്വേലൻ പ്രസിഡന്റിനെ നിരന്തരം ആരോപണങ്ങൾ ഉയർത്തി ട്രംപ് പുറത്താക്കിയതിന്റെ ലക്ഷ്യവും എണ്ണയായിരുന്നു. ഇതേ ലക്ഷ്യം തന്നെയാണ് ഇറാനിലും ട്രംപിനുള്ളത്. ഫിനാൻഷ്യൽ ടൈംസിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഇറാൻ ആക്രമണത്തിന്റെ യഥാർത്ഥ കാരണം വെളിപ്പെടുത്തുന്നത്. ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കുന്നത് യുഎസ് പരിഗണിക്കുന്നുണ്ടെന്നാണ് ട്രംപ് അഭിമുഖത്തിൽ പറഞ്ഞത്. ഇറാന്റെ സാമ്പത്തിക സ്രോതസ്സായ എണ്ണയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയാണ് ലക്ഷ്യമെന്ന സൂചനയും ട്രംപ് നൽകി. ട്രംപിന്റെ പരാമർശം വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. ബെല്ലും ബ്രേക്കും ഇല്ലാതെ സംസാരിക്കുന്നത് ട്രംപിന്റെ രീതിയാണ്. അങ്ങനെ സംസാരിക്കുമ്പോഴാണ് ട്രംപിന്റെ കള്ളത്തരം പുറത്തു ചാടിയത്. ട്രംപിന്റെ വെളിപ്പെടുത്തലുകൾ ഇങ്ങനെയായിരുന്നു: ഇറാനിലെ എണ്ണ പിടിച്ചെടുക്കുകയാണ് എനിക്ക് ഏറ്റവും താല്പര്യമുള്ള കാര്യം. എന്നാൽ ഇതിനെ എതിർക്കുന്ന ചില വിഡ്ഢികൾ അമേരിക്കയിൽ ഉണ്ടെന്നുമാണ് ട്രംപിന്റെ പരിഹാസം. എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് അവർ ചോദിക്കുന്നുണ്ടെന്നും അവർക്ക് കാര്യങ്ങൾ അറിയില്ലെന്നും ട്രംപ് പറയുന്നു. ഖാർഗ് ദ്വീപ് വഴിയാണ് ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ ഭൂരിഭാഗവും നടക്കുന്നത്. ഈ ദ്വീപ് പിടിച്ചെടുക്കാൻ ഗൗരവമായി ആലോചിക്കുന്നുണ്ട്. ഇറാൻ അവിടെ പ്രതിരോധം തീർക്കുമെന്ന് കരുതുന്നില്ലെന്നും ട്രംപ് പറഞ്ഞു. മറീനുകളും 82ാം എയർബോൺ ഡിവിഷനും ഉൾപ്പെടെ ആയിരക്കണക്കിന് സൈനികരെ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഇതിനോടകം 13,000 ലക്ഷ്യസ്ഥാനങ്ങളിൽ ബോംബാക്രമണം നടത്തി. ഇനിയും 3,000 ലക്ഷ്യങ്ങൾ കൂടി ബാക്കിയുണ്ട്. ഇറാനുമായി പരോക്ഷമായ ചർച്ചകൾ തുടരുകയാണ്. പാകിസ്ഥാൻ വഴിയാണ് ഈ മധ്യസ്ഥ നീക്കങ്ങൾ നടക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലൂടെ പാകിസ്ഥാൻ പതാക ഘടിപ്പിച്ച ടാങ്കറുകൾക്ക് ഇറാൻ അനുമതി നൽകി. ഇറാൻ പാർലമെന്റ് സ്പീക്കർ ഇതിന് അംഗീകാരം നൽകിയതായും ട്രംപ് അഭിമുഖത്തിൽ പറഞ്ഞു. കച്ചവടക്കാരനായ ട്രംപിന്റെ ഇറാൻ യുദ്ധത്തിന് പിന്നിലെ ലക്ഷ്യവും കച്ചവടം തന്നെയാണ്. കരയുദ്ധ നീക്കവുമായി യുഎസ് മുന്നോട്ടു പോകുന്നതിന് പിന്നിൽ ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കലാണെന്നും സൂചനയുണ്ട്. അതിനിടെ എങ്ങനെയും യുദ്ധം അവസാനിപ്പിച്ചാൽ മതിയെന്ന ചിന്തയിലാണ് ട്രംപ് എന്നും അടുപ്പക്കാരുമായി ഇക്കാര്യം ട്രംപ് പങ്കുവച്ചുവെന്നും വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു. ഹോർമുസ് കടലിടുക്ക് തുറന്നില്ലെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന ചിന്തയിലാണ് ട്രംപ് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ ഇക്കാര്യം വൈറ്റ് ഹൗസ് സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ യുഎസും ഇസ്രയേലും ആക്രമണം അവസാനിപ്പിച്ചാൽ മാത്രമേ സമാധാന ചർച്ചയ്ക്കുള്ളൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇറാൻ. യുഎസിന്റെ ചതി മറക്കാൻ കഴിയില്ലെന്നും ഇറാൻ പറയുന്നുണ്ട്. അതിനിടെ തങ്ങളുടെ തുറുപ്പ് ചീട്ടായ ഹോർമുസിൽ കൂടുതൽ പിടിമുറുക്കുകയാണ് ഇറാൻ.